നാദാപുരത്ത് കെ എം അഭിജിത്തിന് 13,218 വോട്ടിന്റെ ഒരു ലീഡ് ഇപ്പോഴുണ്ട്. എറണാകുളത്ത് TJ വിനോദ്. പാലക്കാട് രമേശ് പിഷാരടി 10,000 മുകളിലേക്ക് ലീഡ്, 10,812. നേരത്തെ ഉണ്ടായിരുന്ന ലീഡ് അതുപോലെ നിലനിർത്തുകയാണ്. അതായത് ഇപ്പോൾ ഏകദേശം മാത്തൂർ പഞ്ചായത്തിലേക്ക് വോട്ടെണ്ണി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ കാര്യമായ മാറ്റങ്ങൾ രമേശ് പിഷാരടിയുടെ ലീഡിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. NMR റസാക്കിന് ഒരു ചലനവും പാലക്കാട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും ആദ്യ റൗണ്ട് മുതൽ തന്നെ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കൊല്ലത്ത് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിട്ടുണ്ട്. UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം കൊല്ലത്ത് ആരംഭിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബിന്ദു കൃഷ്ണയുടെ വിജയം പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. ബിന്ദു കൃഷ്ണയും കൊല്ലത്ത് വിജയിച്ചിരിക്കുകയാണ്. തലശ്ശേരിയിൽ കാരായി രാജൻ വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ലീഡ് എന്ന കണക്കിലേക്കൊക്കെ മാറി വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥികളുടെ കണക്കുകൾ പുറത്ത് വരികയാണ്. രാജൻ ജെ പല്ലൻ വിജയിച്ചിരിക്കുന്നു. 20,000-ലധികം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു. ജോസ് കെ മാണി പരാജയപ്പെട്ടു എന്നുള്ളത്, മാണി സി കാപ്പൻ വിജയിച്ചു എന്നുള്ളതും ജോസ് കെ മാണിയുടെ തുടർച്ചയായി രണ്ടാം പരാജയം ആണ് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. മണലൂരിൽ 448 വോട്ടുകൾ കാണും കേട്ടോ. മണലൂരിൽ 448 മാത്രമാണ് ആ ലീഡ് എന്ന് പറയുന്നത്. മോൻസ് ജോസഫ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. N ജയരാജ് LDF സ്ഥാനാർത്ഥി പിന്നിൽ നിൽക്കുന്ന സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പിണറായി വിജയൻ 7,111 റൺ എന്ന നിലയിലേക്ക് നീങ്ങിയതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സംസ്ഥാനത്താകെയുള്ള ചിത്രം നോക്കുകയാണെങ്കിൽ UDF 100 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. LDF 38 NDA 2 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് സംസ്ഥാനത്തെ ഒരു ചിത്രം. 2001 അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ 2001 99 സീറ്റുകളിലാണ് UDF വിജയം നേടിയതെങ്കിൽ ഇത്തവണ 100 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. 38 LDF മുന്നിട്ട് നിൽക്കുന്നു. NDA 2 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസിൻ്റെയും കാൽ നൂറ്റാണ്ടിന് ശേഷമുള്ള മിന്നുന്ന പ്രകടനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. മത്സരിച്ച സീറ്റുകളിലെല്ലാം പരമാവധി സീറ്റുകളിൽ മികച്ച വിജയം നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് 2 സ്ഥലത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പിന്നിട്ട് നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നുവെങ്കിലും ഇപ്പോൾ VK പ്രശാന്ത് കൃത്യമായൊരു ലീഡ് നേടി വട്ടിയൂർക്കാവിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സമീപകാലത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമെന്ന് ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 21 MLA-മാരാണ് നിയമസഭയിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പം 60-ലേക്ക് കോൺഗ്രസിൻ്റെ മാത്രം ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒന്ന്. ഒരുപക്ഷേ UDF-ൽ ഇനി കോൺഗ്രസ് കൂടുതൽ ഒരു ആധിപത്യത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മേഖലകളിലും കോൺഗ്രസിൻ്റെ മുൻതൂക്കമാണ്. സ്വാഭാവികമായും നേരത്തെ തന്നെ മലബാർ മേഖല അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ മാത്രം കോൺഗ്രസിന് UDF-ന് മുൻതൂക്കം ഉണ്ടാകുമെന്ന പ്രവചനത്തെ അതിജീവിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിൽ പോലും UDF-ന് കോൺഗ്രസിനും ഒക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുക. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. തൃക്കരിപ്പൂരിലും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട്. അവിടെ ലീഡ് നില മാറിമറിഞ്ഞ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും സന്ദീപ് വാര്യർ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി എത്രയാണ് അദ്ദേഹത്തിൻ്റെ ലീഡ് എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കണം. പയ്യന്നൂരിൽ നേരത്തെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. പയ്യന്നൂരിൽ ഈ രീതിയിലൊരു വിജയം UDF നേടുന്നത് ഇതാദ്യമാണ്. തീർച്ചയായിട്ടും പയ്യന്നൂരിലെ പോലെ തന്നെയാണ് ധർമ്മടത്തും. പിണറായി വിജയന് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലേക്ക് 6 റൗണ്ട് വരെ അവിടെ UDF സ്ഥാനാർത്ഥിക്ക് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി 2 പ്രാവശ്യം കേരളം ഭരിച്ച പിണറായി വിജയനെ വിറപ്പിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വിറപ്പിക്കുമെന്ന് തന്നെ നേരത്തെ ഒരു മുൻവിധിയോടുകൂടി ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന അബ്ദുൾ റഷീദ് തീർച്ചയായും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഹീറോയായി മാറുകയാണ്. നമുക്ക് പെട്ടെന്ന് കണ്ണൂരിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ജോസഫ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ജോസഫ്, കണ്ണൂരിലെ ചിത്രം. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് അടിപതറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 49,870 വോട്ടുകൾക്ക് പയ്യന്നൂരിൽ വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ 7,000-ലധികം വോട്ടുകൾക്ക് V കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആദ്യഘട്ടം മുതൽ തന്നെ പാർട്ടിക്കോട്ടയിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് വ്യക്തമായ ലീഡ് നേടി ഇത്തരത്തിൽ കുഞ്ഞികൃഷ്ണൻ മുന്നിട്ട് വരികയായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണിയതോടുകൂടി ഇത്തരത്തിൽ വിജയം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ TK ഗോവിന്ദൻ
വിജയൻ മത്സരിച്ച തളിപ്പറമ്പാണ്. തളിപ്പറമ്പിലും 13,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ടി കെ ഗോവിന്ദൻ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ഈ എം വിജയൻ മത്സരിച്ച കല്യാശ്ശേരി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി കാരായി രാജനും വിജയിച്ചിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ്. അതായത് കൂത്തുപറമ്പിൽ നേരത്തെ വ്യക്തമായ ഭൂരിപക്ഷം LDFിനുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല KK സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. 7,000 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണുള്ളത്. ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് എണ്ണുമ്പോൾ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂത്തുപറമ്പിലിനു പിന്നാലെ ഇത്തരത്തിൽ ഇരിക്കൂറിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇത്തരത്തിൽ UDF മുന്നിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സജി ജോസഫ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു മണ്ഡലം പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ അഴീക്കോടാണ്. അഴീക്കോട് KV സുമേഷിന് ആദ്യഘട്ടം മുതൽക്ക് തന്നെ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലീഡ് ക്രമാധീനമായി ഉയർത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ ലീഡ് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇനി അടുത്തത് UDFിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണാനുള്ളത്. ഒരു പക്ഷേ ഇത്തരത്തിൽ KV സുമേഷ് പരാജയപ്പെടുന്ന ഒരു സാധ്യത കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അഥവാ ജയിക്കുകയാണെങ്കിൽ 1,000 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിക്കുക. എന്തായാലും ഇത്തരത്തിൽ കണ്ണൂരിലും കടുത്ത മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. അവിടെ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ TO മോഹൻ വിജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. അങ്ങനെ കണ്ണൂരിൽ അക്ഷരാർത്ഥത്തിൽ CPM-നെ അടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. UDFിന്റെ സമ്പൂർണ്ണ തേരോട്ടം പയ്യന്നൂർ മുതൽ തലശ്ശേരി വരെ കാണാൻ സാധിച്ചു. മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും കൂപ്പുകുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇത്തരത്തിൽ 15,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും CPM-ന് കനത്ത പ്രകരമേറ്റിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എണ്ണുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ മണ്ഡലമാണ്. ഇവിടെ പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉയർത്താൻ PK ചാമളയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ പയ്യന്നൂർ മുതൽ തലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ CPM കടന്നുപോയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം പേരാവൂരാണ്. പേരാവൂരിലും സണ്ണി ജോസഫ് ഇത്തരത്തിൽ ക്രമാനുഗതമായി ഇത്തരത്തിൽ ലീഡ് നില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ KK ശൈലജ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിയെങ്കിലും പിന്നീട് ഈ ഇത്തരത്തിൽ ഈ വെല്ലുവിളി അതിജീവിക്കുന്ന തരത്തിലേക്കുള്ള ലീഡുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് സണ്ണി ജോസഫ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ഇത്തരത്തിൽ അഴീക്കോടാണ്. അഴീക്കോട് ഇത്തരത്തിൽ KV സുമേഷ് ലീഡ് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. തലശ്ശേരിയിൽ കാരായി രാജൻ വിജയിച്ചിരിക്കുന്നു. മട്ടന്നൂരിലും VK സനോജിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വലിയേറെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു.